അസ്സാമു അലൈക്കും. ഇന്ന് അടിപൊളി ഒരു വയനാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായി ഒരു വലിയ കപ്പ രണ്ടായിട്ട് മുറിച്ച് അതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളെപ്പോഴും ചക്കപ്പഴം കൊണ്ടും അല്ലാതെയൊക്കെയല്ലേ വയനാലപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ നമുക്കൊന്ന് ഒരു കപ്പ കൊണ്ട് വയനാലപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ് ഈ കപ്പ കൊണ്ടുള്ള വയനാലപ്പം അല്ലെങ്കിൽ തെരളി. അപ്പം ഞാൻ ഇവിടെ ആ കപ്പയെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കപ്പയുടെ ഇടയ്ക്കുള്ള ആ നാര് കളഞ്ഞിട്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ നാരില്ലാതെ തന്നെ നമുക്ക് കപ്പയെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കപ്പയെല്ലാം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് പിഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് പാലിറങ്ങി വരുന്നത് കാണാം. അപ്പം നമ്മളിത് പിഴിഞ്ഞൊന്നും കളയുന്നില്ല. അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. അപ്പം ഞാനിവിടെ 250 ml കപ്പിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പൂടൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ വെള്ളത്തിൻ്റെ അളവ് ഒരുപാടായി പോവാതിരിക്കാൻ ശർക്കര പൊടിയോ ശർക്കര ചീകിയോ വേണം ചേർക്കാൻ. ശർക്കര പാനി ചേർക്കരുത്. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ മാത്രമേ നമുക്കിത് കറക്റ്റ് അളവിന് നമുക്ക് ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശർക്കര പൊടിയോ ശർക്കര ചീകിയോ മാത്രമേ നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവൂ. ശർക്കര പാനി ആച്ചി ഒഴിക്കരുത്. അതിനുശേഷം നമ്മൾ ശർക്കരയും കൂടെ ചേർത്ത്, അപ്പോൾ ശർക്കരയും ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കപ്പ ആയതുകൊണ്ട് തന്നെ നല്ല മധുരം കിട്ടാനായിട്ട് നമ്മൾ അത്രയും തന്നെ ശർക്കരയും കൂടെ ചേർക്കണം. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന അരിപ്പൊടിയും കൂടെ ആയതുകൊണ്ട് അപ്പോൾ അരിപ്പൊടിക്കും ഈ കപ്പയ്ക്കും നല്ല മധുരം കിട്ടാൻ നമ്മൾ അത്രയും തന്നെ മധുരം ചേർക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കണം. അപ്പം ശർക്കരപ്പൊടിയും ഉപ്പും മാവും എല്ലാം കൂടി ഇട്ട ശേഷം നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ വെള്ളം ഞാൻ ഇതിൽ ചേർക്കുന്നത് തിളപ്പിച്ച് എടുത്ത വെള്ളമാണ്. അത് ഒരു 3-4 സ്പൂൺ മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. ഒരല്പമായിട്ട് ഒരു ഇച്ചിരി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് കൈകൊണ്ട് പിടിച്ച് നോക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുക്കാവൂ. അപ്പം ഞാൻ അല്പമായിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ച് നോക്കിയപ്പോൾ കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നത് നല്ലതാണ്. വയനാലപ്പത്തിന് നമ്മൾ ഇച്ചിരി ലൂസായിട്ടാണല്ലോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരളവിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. അത് കാണിക്കാൻ മറന്നുപോയി. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ തേങ്ങയും കൂടെ ചേർക്കണം. തേങ്ങയും കൂടെ ചേർത്താലാണ് വളരെയധികം ടേസ്റ്റ് നമുക്കുണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വയനാലപ്പത്തിന് തേങ്ങ ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ തേങ്ങ ചിരകിയതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും കൂടെ ചിരകിയത് ചേർത്തതിന് ശേഷമാണ് പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വെള്ളവും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പം ഞാൻ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരുന്ന ഇലയാണ്. ഇതിപ്പോൾ 1 വർഷമായി ഇല ഞാൻ ഫ്രീസറിൽ ഒരു കവറിനകത്തിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതെടുത്ത് ഞാൻ കുറച്ച് നേരമായി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമേ ഇത് നമുക്കൊന്ന് വഴങ്ങി കിട്ടൂ, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് ശേഷം നമുക്ക് വയനയില ഈ രീതിയിലൊന്ന് കോട്ടിയെടുക്കാം. അപ്പോൾ ഈ കോട്ടുന്ന രൂപമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ വയനയില കോട്ടിയെടുക്കുന്നത്. അങ്ങനെ വയനയില എല്ലാം കോട്ടിയെടുത്ത ശേഷം നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ കപ്പയുടെ കൂട്ട് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിൽ ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഏലക്കാപ്പൊടിയുടെ മണം ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കോരിയല്ല നമ്മളിങ്ങനെ കൈകൊണ്ട് അല്പമായിട്ട് എടുത്ത് നമ്മൾ ഈ കോട്ടിയ ഇലക്കകത്തോട്ട് വെച്ചിട്ട് ഇതേ രീതിയിൽ നമുക്ക് ആ വയനാലയുടെ തുമ്പ് കൊണ്ട് കോട്ടിയെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ വയനാലപ്പം ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ വയനാലപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം കോട്ടി കാണിക്കുകയും പറഞ്ഞു തരികയും ചെയ്യുന്നത്. അപ്പോൾ ഈർക്കിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈർക്കിൽ കൊണ്ട് കുത്തി കോട്ടിയെടുക്കാം. അത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഈർക്കിലില്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഒരു സ്റ്റീമറിനകത്തോട്ട് വെള്ളം വെച്ച് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ ആവിയൊക്കെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ആ സ്റ്റീമറിനകത്തോട്ട് ഇതെല്ലാം പറക്കി വെച്ച് ഒരു 10-12 മിനിറ്റ് വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ വളരെയധികം സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തെരളിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്, അതായത് വൈനയിലപ്പം. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈനയിലപ്പമാണ് ഇപ്പം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിൻ്റെ അടപ്പെല്ലാം വെച്ച് അടച്ച് അതൊന്ന് വേവിച്ചതിന് ശേഷം തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈനയിലപ്പം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കപ്പ കൊണ്ടുള്ള വൈനയിലപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊന്ന് ഇതിൻ്റെ ആ ഇലയെല്ലാം മാറ്റി ഒന്ന് നോക്കാം, ഒന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ പൊളിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചക്കപ്പഴം കൊണ്ടുള്ള വൈനയിലപ്പം കഴിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ഒരു വൈനയിലപ്പമാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.